1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കനത്ത വേനൽ ചൂടും റംസാൻ കാലവും ഒരുമിച്ചതോടെ പഴവിപണി സജീവമായി. റംസാൻ വിഭവങ്ങളിൽ പഴങ്ങൾക്ക് മുഖ്യസ്ഥാനം ലഭിച്ചതോടെയാണ് പഴവിപണിയിൽ തിരക്കേറിയത്. റംസാൻ കാലത്ത് സംസ്ഥാനത്ത് പ്രധാന ഇറക്കുമതികളിൽപ്പെട്ടത് പഴങ്ങളാണ്. സൗദി അറേബ്യ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഉത്തർപ്രദേശ്, ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും പഴങ്ങൾ എത്തുന്നത്. എല്ലാ പഴങ്ങൾക്കും ഒരാഴ്ച മുമ്പുള്ളതിനേക്കാൾ 10% മുതൽ 40% വരെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. മികച്ച ദാഹശമനിയായ തണ്ണിമത്തൻ തന്നെയാണ് വിപണിയിൽ കൂടുതലുള്ളത്. സീസൺ പ്രമാണിച്ച് അംഗീകൃത കടകൾ കൂടാതെ പാതയോരങ്ങളിൽ വ്യാപകമായി പഴക്കടകൾ തുറന്നിട്ടുണ്ട്. റംസാൻ വിഭവങ്ങളിലെ പ്രധാന വിഭവമായ മാമ്പഴം സീസൺ അല്ലാത്തതിനാൽ സുലഭമല്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയോ തൊഴിലില്ലായ്മയോ കാർഷികോൽപ്പന്നങ്ങളുടെ വിലക്കുറവോ റംസാനിലെ പഴവിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് സൂചന. നോമ്പായതുകൊണ്ട് ഫ്രൂട്ട്സിനൊക്കെ ഇപ്പം നല്ല ചെലവാ. എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് മാർക്കറ്റിൽ. വിദേശത്തുനിന്നുള്ള പഴം, നമ്മളെ ഇവിടുത്തത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, കർണാടകയിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടംമാതിരി വിപണിയിൽ കിട്ടാറുണ്ട്. പിന്നെ വേനൽക്കാലമല്ലേ, നല്ല ചൂടല്ലേ, ചൂടായതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവുണ്ട്. പിന്നെ നോമ്പിൻ്റെ പ്രത്യേകിച്ച് ചിലവുണ്ട്. നോമ്പിൻ്റെ ആൾക്കാർ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. നല്ല ചിലവ് തന്നെയാണ് സാധനത്തിന്. എല്ലാ സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ സ്ഥലത്തേക്കൊന്നും ഓടി നടന്ന് പോകേണ്ട ആവശ്യമില്ല. ഇടവണ്ണ തന്നെ വന്നു കഴിഞ്ഞാൽ വിദേശത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ പോലത്തെ കടകളിലൊക്കെ ഇഷ്ടംമാതിരി കിട്ടാണ്ട് സാധനം. പിന്നെ വിലൻ്റെ കാര്യം മറ്റുള്ളൊരു സാധനത്തിനെ അപേക്ഷിച്ച് ഒരു കാലഘട്ടത്തിനനുസരിച്ച് വലിയൊരു വില ഫ്രൂട്ട്സിനുണ്ട് എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷേ വില ഉണ്ട്, ആവശ്യത്തിനുള്ള വിലകളൊക്കെ ഉണ്ട്. വില അത്ര കമ്മി. പിന്നെ ബത്തക്കയാണ് സീസണ്, നല്ല സാധനം വരുന്നുണ്ട്. ഒരു ഏവറേജ് വിലയേ ഉള്ളൂ, നല്ല ചിലവാണ് സാധനത്തിന്. അങ്ങനെ വളരെ സുഖമായിട്ട് കച്ചവടം നടന്നു പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കച്ചവടങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. നമുക്കൊക്കെ നല്ല കച്ചവടമാണ്. നോമ്പാകുമ്പോൾ പ്രത്യേകിച്ചും കച്ചവടം നല്ല കൂടിയിട്ടുണ്ട് ഇപ്പം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നല്ല ചൂടല്ലേ, വേനൽക്കാലത്ത് നോമ്പ് വന്നാൽ ഇങ്ങനെ തന്നെ ഫ്രൂട്ട്സിന് തന്നെ കാര്യമായിട്ടും കൂടുതൽ ചിലവ് സാധാരണഗതിയിൽ വരുന്നത്. പാവപ്പെട്ടവനും പൈസക്കാരനും എല്ലാവരും വാങ്ങി തിന്നുന്ന ഒരു സമയമാണിപ്പം. അതാണിപ്പം ഇതുമായിട്ട് പറയാനുള്ളത്. നല്ല ചെലവ് തന്നെയാണ്. വേനൽ മഴ ഇതുവരെയും ലഭ്യമല്ലാത്തതിനാൽ ആഭ്യന്തര പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഉൽപാദനം പാടെ കുറഞ്ഞതിനാലാണ് പഴങ്ങൾക്ക് വില കൂടാൻ പ്രധാന കാരണമായി വ്യാപാരികൾ പറയുന്നത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.